2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. കാര്യങ്ങൾ എല്ലാം വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒരു സാധ്യമാകുന്ന കഴിവ് ലഭിക്കുന്നു. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ബുദ്ധി നേർവഴിക്കാകുന്നതിനും കാര്യശേഷി ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട്. കുടുംബജീവിതം നല്ല രീതിയിൽ പോകാനായിട്ട് ഉള്ള യോഗം കാണുന്നുണ്ട്. വീടിന് ആവശ്യമായ ഉപകരണങ്ങൾ, അതായത് മിക്സി, വാഷിംഗ് മെഷീൻ, TV, AC തുടങ്ങിയവ വാങ്ങുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് വിവാഹ നിശ്ചയമോ അവർക്ക് പറ്റിയ ജോലിയെ കണ്ടുപിടിച്ച് അടുത്ത മാസം നടത്താനായിട്ട് സാധിക്കുന്നു. അതുപോലെ മൃഗങ്ങളെ വളർത്തി ലാഭം ഉണ്ടാക്കുന്നവർക്ക് കാലം വളരെ അനുയോജ്യമായിരിക്കുന്നു. മാടുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നു. അധ്യാപകർക്കുള്ള ചില പ്രയാസങ്ങളും പല രീതിയിലുള്ള അധ്യാപനം നടത്തുന്നുള്ള മറ്റു തടസ്സങ്ങളും മാറിക്കിട്ടുന്നു. സുഗമമായി പഠിപ്പിക്കുവാനുള്ള ഒരു അന്തരീക്ഷം തന്നെ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അധ്യാപകർക്ക് പാഴ് ചെലവുകളും ധനനഷ്ടവും ഒഴിവാക്കുന്നതിന് സാധിക്കുന്നു. അത് മാറാതിരുന്ന ഉദരവ്യാധിക്ക് ഒരു തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ അതിനും സൗഖ്യം ലഭിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അവാർഡുകൾ മുതലായ പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ആദരിക്കൽ ഇത് പ്രത്യേക ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ വരുന്നത് നിശ്ചയിച്ച തീയതിയൊക്കെ മാറ്റി വയ്ക്കേണ്ടതായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനെല്ലാം ഈ അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്ന ആദരിക്കൽ ചടങ്ങ് കുറച്ച് മാറ്റി വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ചിലർക്ക് മാനഹാനി വരാനുള്ള സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാം. മക്കൾക്ക് ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. അതുപോലെ തന്നെ അകാരണമായ ഭയം ഉണ്ടാകാം. മോശം കൂട്ടുകെട്ടുകൾ മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര ഒരു സുഖകരമായ ഒരു കാലഘട്ടമല്ല. അതായത് രോഗങ്ങളും അരിഷ്ടതകളൊക്കെ ചിലർക്ക് വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വജനങ്ങളുമായി വീട്ടുകാര് വിരോധം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ മറ്റുള്ള ബന്ധുക്കളുമായി അല്ലെങ്കിൽ അയൽവാസികളുമായിട്ടൊക്കെ വിരോധം വരുന്നതിന് സാധ്യതയുണ്ട്. ഈ കുട്ടിക്ക് മുറിവ്, വ്രണങ്ങൾ എന്നിവ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഉദര സംബന്ധമായിട്ട് രോഗം വരുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും വിദ്യാഭ്യാസം ആ സമയത്ത് തന്നെ ആരംഭിക്കുന്നതിനും തുടർന്ന് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. കുടുംബത്തിൽ കാർഷിക മേഖലയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ തോട്ടം മുതലായ തോട്ടങ്ങൾ മുതലായ ഉള്ളവർക്കാണെങ്കിൽ വേറെ ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കഷ്ടതകൾ അല്പമായി മാറി പുരോഗതിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരുവിധം ഉപദ്രവങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ വസ്തുവകകളോ വീടോ ലഭിക്കാം. വിദ്യാഭ്യാസത്തിന് തടസ്സമൊന്നും കാണുന്നില്ല. ചിലർക്ക് കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. എങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്നു. അതുപോലെ കഫത്തിന്റെ ദോഷം മൂലം ഉള്ള അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. കൂടാതെ നീരിളക്കം വരാം. അല്പമായി സാമ്പത്തിക നിലയിൽ മെച്ചപ്പെട്ടു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുടുംബത്തിന് ഒരു വീട്, അതായത് കുടുംബത്തിൽ കിട്ടിയ വീട് പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മോടി പിടിപ്പിക്കുന്നതിനോ ഒക്കെ സാധിക്കുന്നു. ക്രമേണ സാമ്പത്തിക പ്രതിസന്ധി അല്പമായി മാറിക്കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ മോഷ്ടാക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു മോഷണം നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരാം. കൂട്ടുകെട്ട് മോശമാണെങ്കിൽ ചിലർക്ക് കേസുകൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം. ഇവർക്ക് എന്നുമായി തന്നെ ഇങ്ങനെ കേസിലൊക്കെ അകപ്പെട്ടാൽ അവർക്ക് വിദ്യാഭ്യാസം എന്നേക്കുമായി തന്നെ നിന്നു പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അവർക്ക് പിന്നീട് ഈ വിദ്യാഭ്യാസമൊക്കെ നിർത്തിയിട്ട് വളരെയധികം മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുന്നതിനും കുടുംബത്തിനും തന്നെ വളരെ മോശം ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാധിക്കുന്നു. ഇവർ വളരെ മോശവും നീചവുമായ പ്രവൃത്തികൾ നടത്തുന്നവരോട് കൂട്ടുകെട്ടിയിരിക്കും. എന്നാൽ ചിലർ അങ്ങനെയല്ല. ചില ഉത്രാട നക്ഷത്രക്കാർ പഠിച്ച് അവർ ഉന്നത നിലയിലെത്തും. അവർക്ക് ചിലർ ബിസിനസ് രംഗത്തേക്ക് തിരിയും, ചിലർ നേതൃത്വ സ്ഥാനത്തേക്ക് തിരിയും. അവിടെ എല്ലാം അവർക്ക് ശോഭിക്കാനായിട്ട് സാധിക്കും. ഭരണപരമായ
ചുക്കാൻ പിടിക്കാനും ചിലർക്ക് യോഗം കാണുന്നുണ്ട്. 21 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വരുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. എന്നാലും അത്യാവശ്യത്തിന് പണം ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് മികച്ച വിദ്യാഭ്യാസം നേടാനും അതുവഴി മികച്ച തൊഴിൽ ലഭ്യമാകുന്നതിനും സാധ്യതയുണ്ട്. ചിലർക്ക് മാനസിക സംഘർഷം ഉണ്ടാകാം. ചിലർക്ക് ഗവേഷണ രംഗത്ത് പ്രവേശിക്കുന്നതിനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കുന്നു. സർക്കാരിൽ നിന്നും ഇവർക്ക് പല നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് ചില രോഗങ്ങൾ വന്നേക്കാം, എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. പല ഗുണങ്ങളും ഉണ്ടാകാം. കള്ളന്മാരെ സൂക്ഷിക്കേണ്ടതാണ് ഈ സമയത്ത്. പലതും മോഷണം പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി പരിഹരിക്കേണ്ടതാണ്. ശരീരത്തിന് ബലക്കുറവ് വരാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം ഒരു സുഖചികിത്സ അത്യാവശ്യമാണ്. 39 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള കാലത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഐശ്വര്യം മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട്. പല സന്തോഷകരമായ അനുഭവങ്ങളും ഈ സമയത്ത് അവർക്കുണ്ടാകും. സർക്കാരിൽ നിന്നും ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായ പുരോഗതി ഉണ്ടാകും. അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സമ്പാദ്യങ്ങളും നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കാലം വളരെ നല്ല രീതിയിൽ ധനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുക്കളെയും അസൂയാലുക്കളെയും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് സാമ്പത്തിക ഗുണങ്ങളും മറ്റു ഗുണങ്ങളും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ അധപ്പതനം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. വലിയ കഷ്ടതകളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടമാണിത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങുവാനും നിങ്ങൾക്ക് ഈ സമയം യോഗമുണ്ട്. 55 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അപമാനം വന്നേക്കാം, മാനഹാനി ഉണ്ടാകാം, ചെയ്യാത്ത തെറ്റിനെ പഴി കേൾക്കേണ്ടതായിട്ടും വന്നേക്കാം. ഇണയുടെ വേർപാട് നിങ്ങളെ ദുഃഖത്തിലേക്ക് നയിക്കാം. ഈ സമയം ഒരു സംരംഭം തുടങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ആലോചിച്ച ശേഷം തുടങ്ങണോ വേണ്ടതെന്ന് ആലോചിച്ച ശേഷം അനുഭവ സമ്പത്തുള്ളവരുമായിട്ട് ഒരു സംവാദം നടത്തിയിട്ട് വേണം നിങ്ങൾ തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ നഷ്ടം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വലിയ നഷ്ടം വരാം. പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആളുകൾ ധാരാളം ഉണ്ടാകാം. അവരൊന്നും നിങ്ങളുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ ആരും ഉണ്ടാകില്ല. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാം. നേതൃത്വ സ്ഥാനം ലഭിക്കുന്നതിന് ഇവർക്ക് യോഗമുണ്ട്. നിങ്ങളുടെ നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും കൂട്ടുകെട്ട് നടത്തരുത്. അത് വലിയ രീതിയിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. കാർഷിക മേഖല ഉള്ളവർക്കാണെങ്കിൽ, തോട്ടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഏറെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. 74 വയസ്സിന് മുകളിലോട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ചെറിയ രോഗപീഠകളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ധനത്തിനും ധാന്യങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും ഒരു കുറവ് ഇവിടെ വരുന്നില്ല. കലാസാഹിത്യ കഴിവുകൾ തെളിയിക്കാൻ അതുമൂലം തന്നെ ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. തൻ്റെ പ്രിയപ്പെട്ട വാഹനം, എന്നേക്കുമായി ആഗ്രഹിച്ചിരുന്ന വാഹനം സ്വന്തമാക്കാനും ഈ പ്രായത്തിലും അവർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. പൊതുവെ കാലം നല്ലതാകുന്നു. പഴയ കാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ബന്ധങ്ങൾ പുതുക്കാനും സാധിക്കുന്നു. ഈ സമയം വളരെ ഭാഗ്യം അനുകൂലമായിരിക്കും. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ആദിത്യ ഗുരു ഗുളിക യോഗം വരുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം കൊണ്ട് ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും പിന്നീട് വളരെ നേട്ടത്തിലേക്കും വിജയത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നു. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ ലഘൂകരിച്ച് രാജയോഗം നൽകുന്നു. പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നു. തക്കതായ രാജയോഗം ചിലർക്ക് ലഭിക്കുന്നു. ചിലർക്ക് ധനവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ആത്മവിശ്വാസവും അറിവും ജ്ഞാനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് ഗുളികന്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് ചില സമയങ്ങളിൽ അവർക്ക് അഹങ്കാരം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഈ സമയം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ശുക്രകേതു യോഗം വരുന്നതിനാൽ സുഖങ്ങളോടുള്ള ആർത്തി ഒരു ഭാഗത്തും, അതുപോലെ ആത്മീയ ചിന്തയിലും തത്വചിന്തയിലുമുള്ള ഒരു മാനസികാവസ്ഥ വേറൊന്നും ആയതിനാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ പ്രണയ ബന്ധത്തിലായിരുന്നാലും ദാമ്പത്യത്തിലായിരുന്നാലും അതുപോലെ പങ്ക് കച്ചവടത്തിലായിരുന്നാലും അങ്ങനെ തെറ്റിദ്ധാരണകൾ വരുന്നതിനും അതുമൂലം എന്നേക്കുമായി ചിലർ പിരിഞ്ഞു പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്.
മാനസികമായി ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു യോഗവും കൂടിയാണ്. ആഡംബര ജീവിതം നയിക്കണമെന്ന ആഗ്രഹം ഒരു സൈഡിലും, മനസ്സിന്റെ മറ്റേ സൈഡില് അവർക്ക് ഇത് വേണ്ട, ആത്മീയതയിലേക്കും തത്വചിന്തയിലേക്കും നീങ്ങണമെന്ന ഒരു മനസ്സിന്റെ പിടിവാശി വേറൊരു സൈഡിലേക്കും വരുന്നതിനാൽ ഇവർക്ക് ഒരു നല്ല തീരുമാനം എടുക്കാൻ കഴിയാതെ ആശയക്കുഴപ്പം മൂലം സംഘർഷം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മനസ്സിന് ധനപരമായി ചാഞ്ചാട്ടം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതായത് പണം ധാരാളം വന്നു ചേരുന്ന ഒരു സമയമാണെങ്കിലും അതുപോലെ തന്നെ പാഴ്ചെലവുകളും അതുപോലെ പല രീതിയിലുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ നിങ്ങളൊരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സൃഷ്ടിപരമായ കഴിവുകൾ, അതായത് കലാപരമായ സാഹിത്യപരമായോ കലാപരമായോ അല്ലെങ്കിൽ അഭിനയപരമായോ ഉള്ള കഴിവുകൾ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായും വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ചന്ദ്ര രാഹു യോഗം വരുന്നതിനാല് ഈ യോഗത്തിന് ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അശുഭകരമായ ഈ യോഗം മനസ്സിനെയും അതുപോലെ തന്നെ ജീവിതത്തെയും വളരെയധികം മോശമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണ്. മാനസിക സമ്മർദ്ദമുള്ളവർ, അതായത് ഏതെങ്കിലും തരത്തിൽ ഡിപ്രഷൻ പോലുള്ള മനോവിചാരമുള്ളവർക്കാണെങ്കിൽ അത് കൂടുന്നതിനുള്ള ഒരു സാധ്യത ചിലരിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് ആശയക്കുഴപ്പങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരാം. ചിലർക്കാണെങ്കിൽ സംശയ രോഗം വരാം, അതായത് ചുറ്റുമുള്ള ആളുകളെയും സാഹചര്യങ്ങളെയൊക്കെ സംശയത്തോടെ വീക്ഷിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം വരാം. അതുപോലെ തന്നെ ഉറക്കക്കുറവ് വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിഷാദം വരാം. അതുപോലെ ദേഷ്യം കൂടുന്നതിനും ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഗസ്റ്റിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.